പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യു, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ജീനാൻറ്റി, പ്രിയ കർത്തൃദാസി ജൈനി മറിയം സിസ്റ്റർ, എബനേസർ പ്രയർ വാരിയേഴ്സിൻ്റെ ചുമതല വഹിക്കുന്ന സഹോദരിമാർ, ഞങ്ങളിന്ന് കുടുംബമായിട്ട് എൻ്റെ പ്രിയ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുപോലെ പ്രിയ പോൾസൺ ബ്രദർ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം എന്നുള്ള ഒരു പാട്ടാണ്. അത് അദ്ദേഹത്തെ നേരിൽ കാണുവാൻ ദൈവം ജീവിതത്തിൽ തന്ന അവസരത്തിന് നന്ദി പറയുന്നു. ഇതെല്ലാം യഹോവയാൽ സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല നമ്മുടെ ജീവിതത്തിൽ. ഞാനിവിടെ ഇരുന്നപ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ യേശുപ്പ നീ ഇവിടെ നിൽക്കണമേ, ഞാൻ പുറകിൽ നിന്നോളാം അപ്പാ. ഗ്ലോറി സിസ്റ്റർ പ്രസംഗിച്ചോ എന്നുള്ളതല്ല, എൻ്റെ യേശുപ്പച്ചൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയോ. ഹല്ലേലൂയ. ദൈവത്തെ കാണണമേ. എന്തെങ്കിലും അരുളപ്പാടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുമ്പോൾ അത് ദൈവീക അരുളപ്പാടുകളായി കൈക്കൊള്ളണമേ. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. പ്രിയ ജൈനി സിസ്റ്ററുമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വിവാഹത്തിന് മുന്നേ ഏകദേശം എനിക്കൊരു 10-17 വയസ്സ് കാണും, പ്രിയ സിസ്റ്റർക്ക് 10-17 വയസ്സ് കാണും. ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പ്രിയ ജൈനി സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാനും എൻ്റെ ജീവിതം 17ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് 50 വയസ്സുണ്ട്. ഒരു വല്യമ്മച്ചിയാണ്, 5 മക്കളുടെ മമ്മിയാണ്. ഹല്ലേലൂയ. ദൈവം ഇത്രയും നിർത്തി. പ്രിയമുള്ളവരെ, ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. 2006 എൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ വന്ന്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. എൻ്റെ സാക്ഷിയൊക്കെ ഒത്തിരി ഉണ്ടെന്നേ പറയാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ കർത്താവ് നിർത്തിയത് കൊണ്ടാണ് ഞാനിവിടെ നിന്നേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരിമാർ ഇന്ന് ഇവിടെ നിന്ന് പാടിയപ്പോഴുണ്ടല്ലോ, ഞാനൊരു വലിയ ആത്മസാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. ആ പാടിയ പാട്ടിൻ്റെ ഒരു വരികൾ, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. എൻ്റെ അനുഭവമായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ക്ലോക്കിൽ നോക്കിയിരുന്ന് രാത്രി കരഞ്ഞ് നേരം വെളുപ്പിച്ച രാത്രികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രയാസങ്ങൾ. ദൈവമക്കളെ, ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ട പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി. എന്നാൽ ഇന്നും എൻ്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത്, അപ്പൻ എൻ്റെ കൂടെ നടക്കുകയായിരുന്നു, എന്നെ ഉള്ളംകരത്തിൽ താങ്ങുകയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ കൂടെ നടക്കുന്ന യേശുവപ്പായല്ല ഞാൻ പ്രസംഗിക്കുന്നത്, നമ്മളെ ഒരു അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവപ്പായെ ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. ഹല്ലേലൂയ. ദീർഘനാളുകൾ കർത്താവിൻ്റെ വേല ചെയ്ത, ഈ 24 വയസ്സ് മുതൽ 76 വയസ്സ് വരെ കർത്താവിൻ്റെ വേല IPCയിലെ ഒരു സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജോസഫ് കുരുള എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഇളയ മകളാണ്. എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പലപ്പോഴും എനിക്ക് എൻ്റെ പിതാവ് മാറ്റപ്പെട്ട് കഴിഞ്ഞ് എനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ പപ്പ ഈ ലോകത്ത് നിന്ന് പോയല്ലോ എന്നൊക്കെ. ഞാൻ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഈ പോൾസൺ ബ്രദർ തന്നെയാണ്. പിതാവിൻ്റെ ഫ്യൂണർ സർവീസിന് നിന്ന് ഈ മകൻ ഇങ്ങനെ പാടുന്നത് ഞാൻ ഫേസ്ബുക്കിലൂടെ കാണുകയാണ്. വളരെ മനോഹരമായിട്ട്, വിട്ടുപോകുന്നു ഞാൻ ഈ ദേശം. ഞാനത് ഒരു പ്രാവശ്യം കേട്ടു, പല പ്രാവശ്യം കേട്ടു, ഒത്തിരി പ്രാവശ്യം കേട്ട്. എനിക്കറിയില്ല പ്രിയമുള്ളവരെ, എനിക്ക് വലിയൊരു ആത്മസന്തോഷം ആ ഗാനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ആ ബ്രദറിനെ നേരിൽ കാണുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഒരു പാട്ടിനകത്ത് വരെ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. പ്രിയ സഹോദരിമാരെ, എനിക്ക് തന്നിരിക്കുന്ന സമയം 40 മിനിറ്റാണ്. ആ സമയത്തിനുള്ളിൽ നല്ല ഒരു ദൈവാലോചന. ഞങ്ങളിങ്ങനെ റാന്നിന്ന് വന്നപ്പോഴേ, ഈ പാലക്കാട് വന്നപ്പോൾ ഭയങ്കര ചൂട് തോന്നി കേട്ടോ. ഹല്ലേലൂയ. അയ്യോ, ചൂടാണല്ലോ എന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ പ്രിയ ജീനാൻറ്റി ഇവിടെ ഒരു കൂളറൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് അതിന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ നല്ല തണുത്ത അന്തരീക്ഷത്തിലായിരിക്കുക. പ്രിയ ജീനാൻറ്റിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കാരണം
എന്നെ മാത്രമല്ല പ്രിയമുള്ളവരെ, അനേക സഹോദരിമാരെ, ഒരു സഹോദരിയിൽ ദൈവിക കൃപയുണ്ടെന്ന് തോന്നിയാൽ അവരെ കാലെ പിടിച്ച് വലിച്ച് താഴെ ഇടുകയല്ല കേട്ടോ, അവരെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കർത്താവിൻ്റെ ദാസിയ. ഹല്ലേലൂയ. പ്രിയ മകള് പരിചയപ്പെടുത്തി പലയിടങ്ങളിൽ എനിക്ക് പോകുവാൻ ദൈവം ഇടയാക്കി തീർന്നു, വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അത് നമ്മളിലെല്ലാം വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് പാടിയ പാട്ട് കൃപയേറും കർത്താവിലൻ വിശ്വാസം. ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൂതൻ മറിയോട് പറയുന്നുണ്ടല്ലോ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്തിനൊക്കെയുള്ള കൃപയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ ഉദരത്തിൽ ആ യേശുവിന് ജന്മം കൊടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു നിന്ദയുണ്ടല്ലോ. വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന അപവാദങ്ങളുണ്ടല്ലോ, ഇതൊക്കെ സഹിക്കാനുള്ള കൃപ അവൾ പ്രാപിച്ചു. ഒരു കാലിത്തൊഴുത്തിൽ തൻ്റെ പൊന്നോമനം കർത്താവായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനുള്ള കൃപ അവൾ പ്രാപിച്ചു. തൻ്റെ മകൻ ഭാരമുള്ള മരക്കുരിശേന്തി നടക്കുമ്പോൾ ആ പുറ ഉഴവുചാല് പോലെ ഹല്ലേലൂയ ആ കാരിരുമ്പാണികൾ അടിച്ച് ക്രൂശിൽ കിടക്കുന്നത് കാണുവാനുള്ള കൃപ ആ മറിയ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ 2025 ഞാൻ കേട്ട ഒരു ദൈവശബ്ദമാ, സഹോദരിമാരെ, നമുക്ക് ദൈവകൃപ ആവശ്യമാണ്. ചോദിച്ചു വാങ്ങണം, അപ്പാ കൃപ പകരണമേ, കൃപ പകരണമേ. ഞാൻ ചെവിയിൽ കേട്ട ഒരു ശബ്ദമാ, നല്ല ഒരു ഭാര്യയായിരിക്കാൻ ദൈവകൃപ ആവശ്യമാണ്. കാരണം അനേക കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. നല്ലൊരു വിശ്വാസിയായിരിക്കാൻ ദൈവകൃപ ആവശ്യമാണ്. കർത്താവെ, ആ കൃപ എൻ്റെ മേൽ പകരണമേ. ഈ ദുഷ്ടലോകത്ത് ജീവിക്കണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി അപ്പാ കൃപ 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 ആ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇത് ഒരുമിച്ചുള്ളൊരു ശുശ്രൂഷയാണ്. ഞാനിവിടെ നിൽക്കുന്നതായി നിങ്ങൾ കാണല്ലേ പ്രിയമുള്ളവരെ. എൻ്റെ കർത്താവിൻ്റെ ഒരു മൈക്രോഫോണാണ്. എൻ്റെ കർത്താവിന് പറയുവാനുള്ള അരുളപ്പാടുകളാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു സമയത്തുണ്ടല്ലോ ഈ വചനം എടുക്കുവാൻ ഞാൻ ലജ്ജിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയതുകൊണ്ട് പപ്പ അനുഭവിക്കുന്ന കഷ്ടതയും വേദനയും ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും ഒക്കെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എൻ്റെ 2 സഹോദരന്മാർ പറയും, എൻ്റെ കർത്താവേ, ഒരു സഭാ ചാർജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ്. ഇതിനൊക്കെ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പ്രിയ ജീനാൻറ്റി പറഞ്ഞ് ഇത്രയും സഹോദരിമാരെ, അത് പല രാജ്യത്തു നിന്നുള്ള 2 സഹോദരി. ഒരിക്കൽ ലാസർ വി മാത്യു എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ പറയുക, എൻ്റെ ദൈവമേ, ഭവനത്തിൽ ഒരു ഭാര്യയെ കൊണ്ടുപോകാൻ എന്തൊരു പാടല്ലേ. അപ്പം ഇത്രയും സഹോദരിമാരെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ് പ്രിയമുള്ളവരെ. അതൊരു വലിയ ദൗത്യം തന്നെയാണ്. പലരും പല അഭിപ്രായക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനുള്ള ദൈവകൃപ പ്രിയ ആൻറ്റിയുടെ മേൽ പകർന്നല്ലോ. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ഞാൻ കുടുംബം പണിയുന്നതാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതെൻ്റെ സഹോദരിമാർക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. സദൃശ്യവാക്യം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. ജ്ഞാനമായവൾ വീട് പണിയും. അവൾ ഒരിക്കലും അത് പൊളിച്ചു കളയുകയില്ല. ഏത് ജ്ഞാനമാ? ഈ ലോകത്തിൻ്റെ PhD ആണോ? ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല പ്രിയമുള്ളവരെ, സ്വർഗീയ ജ്ഞാനം. സ്വർഗീയ ജ്ഞാനത്തിനായിട്ട് എൻ്റെ സഹോദരിമാർ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 27 വർഷമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. 5 മക്കളുടെ മമ്മിയാണ്. ഒരു കുഞ്ഞിൻ്റെ വെല്ലുമിച്ചിയാണ്. ഹല്ലേലൂയ. ഒരമ്മായിയമ്മയാണ്. അതിൽ ഞാൻ പറയുക, സഹോദരിമാരെ, പൊളിച്ചു കളയുവാൻ എളുപ്പമാണ്. ഞാൻ അനേക സഹോദരിമാർക്ക് ഇങ്ങനെ വേർപിരിയാനൊക്കെ തീരുമാനിച്ചവരോട് പറയും, മക്കളെ വേർപിരിയരല്ലേ, ഇച്ചിരൂടെ സഹിച്ചേ, ഇച്ചിരൂടെ വഹിച്ചേ. അന്നേരം ഒരു കൊച്ചെന്നോട് പറയുക, അത് ഗ്ലോറി ആൻറ്റിക്ക് നല്ല ഒരച്ഛനെ കിട്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് സഹിക്കണ്ടേയും വഹിക്കണ്ടേയും കാര്യമൊന്നുമില്ലെന്നേ. അങ്ങനെ എന്നാൽ പറയും, നമുക്ക് എല്ലാം പൊളിച്ചു കളയുവാൻ എളുപ്പമാണ്. ഒരു സഭയാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും പൊളിച്ചു കളയാൻ എളുപ്പമാണ്. അതിനധികം സമയം വേണ്ട. പക്ഷേ ഇതിനെ ഒന്ന് പണിതെടുക്കണമെങ്കിലുണ്ടല്ലോ നമുക്ക് വലിയ ഒരു ജ്ഞാനം ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തെ കൂടാതെയുള്ള പണിയെല്ലാം പരാജയമാണ് പ്രിയമുള്ളവരെ. ബാബേൽ ഗോപുരം നിർമ്മിച്ചപ്പോൾ അവർ ആ വാക്യം ഒന്ന് വായിക്കണമേ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5-7. ദൈവത്തെ കൂടാതെയുള്ള ഒരു പണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ കാര്യം നമുക്കവിടെ കാണുവാൻ കഴിയും.
മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്ത് തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന് എല്ലാവരും ഒരുമിച്ച് പോകുന്നതാണ് ഇഷ്ടം. ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ മധ്യത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മൾ 2 3 പേർ എൻ്റെ നാമത്തിൽ ഐക്യമെത്തിയപ്പെട്ടാൽ അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ഇവിടെ ജനം തീരുമാനിക്കുക, നാം ഒന്നിച്ച് നമുക്കൊരു പേരുണ്ടാക്കാൻ. ദൈവം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മുടെ പുറകിലെ ആ മനോഭാവം ആ കർത്താവ് നോക്കുന്നത്. ഇവിടെ ദൈവത്തിന് അവരൊരു പ്രാധാന്യം കൊടുത്തില്ല പ്രിയമുള്ളവരെ. അവരൊന്നായിരുന്നു, അവരൈക്യതയുള്ളവരായിരുന്നു. നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനൊരു കേന്ദ്ര സ്ഥാനം അവിടെ കൊടുക്കാതെ അവരൊരു പണി ആരംഭിച്ചപ്പോൾ അതൊരു തകർച്ചയിലേക്കാണ് പോയേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, അതിലെല്ലാം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം. ദൈവമായിരിക്കട്ടെ കേന്ദ്രസ്ഥാനം. ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ദൈവം ഒരുമിപ്പിക്കുന്നതിന് തന്നെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവർ കുടുംബമായി കർത്താവിന് വേണ്ടി നിലകൊള്ളണം. അവർ കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന, ദൈവത്തെയുള്ള ആരാധന. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാതെ നാം എന്ത് ചെയ്താലും അത് പരാജയമാണ് പ്രിയമുള്ളവരെ. കുടുംബ പ്രാർത്ഥന എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, എനിക്കറിയാം പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അവർക്ക് ചമ്മന്തി അരച്ചായിരിക്കും അവർ കഴിക്കുന്നത്. വലിയ ഇപ്പുറത്തെ പോലെ വലിയ ചിക്കൻ 65 ചില്ലി 16 മട്ടനോ ഒന്നുമില്ല കേട്ടോ. എന്നാലും അവരുടെ കുടുംബത്തിനൊരു സമാധാനമാണ്. അപ്പനും മക്കളും കുഞ്ഞുങ്ങളും കൂടെ എല്ലാം ഒന്ന് ചേർന്ന് ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി ആരാധിക്കും. രാവിലെയും എഴുന്നേറ്റ് അപ്പച്ചൻ മക്കളെയെല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥിക്കും. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുവരാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്താൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്താൽ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഇന്ന് എത്ര വീട്ടിലുണ്ടെന്ന് ആ പാട്ട്. ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ തുടങ്ങുന്ന എത്ര ഭവനങ്ങളുണ്ട്. പ്രഭാത പ്രാർത്ഥനയുള്ള എത്ര ഭവനങ്ങളുണ്ട്. അതിന് പകരമായിട്ട് ഇന്നെല്ലാവരുടെയും കയ്യിലൊരു ടച്ച് ഫോണുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൂടെ ഈ ടച്ച് ഫോൺ അങ്ങ് അപഹരിച്ചേക്കുക പ്രിയമുള്ളവരെ. ഇങ്ങനെ തെന്നി ഒരമ്മച്ചി കഴിഞ്ഞ ദിവസം പറയുക, ഇപ്പം ആർക്കെങ്കിലും ആരോടെങ്കിലും മിണ്ടാ സമയമുണ്ടോ മോനെ, എല്ലാവരും ഇങ്ങനെ തെന്നി പോവല്ലേന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അമ്മച്ചി പറയുന്ന ടച്ച് ഫോണിൻ്റെ കാര്യമാണ്. കാരണം എല്ലാവരും ഒത്തിരി ആർക്കും ആരോടും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല പ്രിയമുള്ളവരെ. എന്നാൽ ആ പഴയ കാലങ്ങളിൽ ഇതുപോലെയുള്ള മീഡിയകളോ ഒന്നുമില്ലെന്നേ. അന്ന് അപ്പച്ചനും പട്ടിണിയാ, ചില ഭവനങ്ങളിൽ പട്ടിണിയാ, കഴിക്കാൻ ഭക്ഷണമില്ല. എന്നാൽ അവിടെ ഒരു ദൈവസമാധാനം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നെന്നറിയാവോ? അവർ പ്രാർത്ഥനയോടെ ഭവനം പണിതു പ്രിയമുള്ളവരെ. സ്വർഗീയ ജ്ഞാനത്തോടെ. ഇവിടെ ദൈവം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന് മനസ്സിലായി ഇവർ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പണിയുന്നേ. അപ്പോൾ ദൈവമോർത്ത് ഇവരുടെ ഭാഷയെ അങ്ങോട്ട് കലക്കിക്കളയാം, അല്ലേ? നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂരുകാർ ചിലത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. പലത്തും പല ഭാഷയല്ലേ. റാന്നിക്കാർ പറയുമ്പോൾ വേറെ ഭാഷ, മലയാളം തന്നെയാണെങ്കിൽ കോഴിക്കോടുകാർ പറയുന്ന വേറെ ഭാഷയാണ്. നമ്മൾ ഓർക്കും വേറെ രാജ്യമാണോ എന്ന് ഓർത്ത് പോകും. പല രീതിയിലാണ് മലയാളം പറയുന്നത് തന്നെ. അന്ന് എല്ലാവർക്കും ഒരേ ഭാഷയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഭാഷ കലങ്ങിയെന്നറിയാം? ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ലെന്നേ. ആരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല. ഇഷ്ടിക എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ സിമെൻ്റ് എടുത്തുകൊണ്ട് വരും. ഒന്നിനും മനസ്സിലാകുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ, ദൈവത്തിന് സ്ഥാനമില്ലെങ്കിലുണ്ടല്ലോ, അച്ഛൻ പറയുന്നത് അമ്മാമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അമ്മാമ്മയുടെ ശരീരസ്ഥിതി അച്ഛന് മനസ്സിലാകത്തില്ല.
അച്ഛൻ്റെ ശരീരസ്ഥിതി അമ്മാമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി പറയുക, ഗ്ലോറി സിസ്റ്ററെ, ഇത്രയും കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടായിട്ട് ഇതിനെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചേ. ഞാൻ പറഞ്ഞു, അമ്മമ്മേ, ദൈവത്തിന് കറക്റ്റായിട്ട് അറിയാം ഈ അച്ഛനെ സഹിക്കാൻ ഈ അമ്മാമ്മയ്ക്കേ പറ്റത്തുള്ളൂ. ഈ അമ്മാമ്മയല്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ അഡ്രസ്സ് പോലും കാണത്തില്ലായിരുന്നു. അപ്പോൾ അതറിഞ്ഞ് അതിനുള്ള കൃപ പ്രാപിച്ചോ. കർത്താവേ, ഈ അച്ഛനെ സഹിപ്പാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ. ഈ അച്ഛൻ്റെ മുൻകോപം സഹിപ്പാനുള്ള കൃപ. ഇന്ന് ദൈവത്തിൽ ആശ്രയമില്ലാത്തത് കൊണ്ട് മക്കൾ പറയുന്നത് അമ്മമാർക്ക് മനസ്സിലാകത്തില്ല, മരുമോള് പറയുന്നത് അമ്മായിയമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, അമ്മായിയമ്മ പറയുന്നത് മരുമക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ വേദനയോടെ പറയട്ടെ, അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ പോലും സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. പ്രാർത്ഥനയില്ല പ്രിയമുള്ളവരെ. അപ്പനും മക്കളും കുഞ്ഞുങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്നുണ്ടല്ലോ, കൈകോർത്ത് പിടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്രൂസൈഡിൽ ഇറങ്ങുന്നതിൽ കൂടുതൽ ദൈവ സാന്നിധ്യം ഭവനത്തിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. ദൈവമക്കളെ, എൻ്റെ ഒരു മോൻ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവന് ഞങ്ങൾ സൗദി ദീർഘവർഷങ്ങൾ, ആ മോനൊക്കെ സൗദി അറേബ്യയിലാണ് കുഞ്ഞുങ്ങൾ ജനിച്ച് ദീർഘവർഷങ്ങൾ അവിടെയായിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മോന് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞു അവിടെ ജനിച്ച് വളർന്ന ഒരു കുഞ്ഞായതുകൊണ്ടായിരിക്കാം. എന്നാൽ മോന് ഒരു 2 മാസം അവന് വീൽ ചെയറിലായിരുന്നു. ഹിപ്പിന് താഴോട്ട് മോന് ഭയങ്കര വേദന. ചുരുക്കത്തിൽ ഞാൻ പറയുകയാ, കുടുംബ പ്രാർത്ഥനയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം പറയുന്നത്. പ്രിയമുള്ളവരെ, അവന് 2 മാസം കുഞ്ഞു വീൽ ചെയറിൽ എല്ലാ ദിവസവും പനിക്കും. മോനൊന്ന് മുന്നോട്ട് വരണമേ മമ്മി, സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തതാ കേട്ടോ. ഞാൻ അവനെയും കൊണ്ടുപോയി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. ഹല്ലേലൂയ. ബിലിവേഴ്സ് ഹോസ്പിറ്റലിലെ ശാമുവേൽ ചിത്രരഞ്ജൻ ഉൾപ്പെടെ 5 ഡോക്ടർമാർ മാറി മാറി മോനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഹിപ്പ് സർജറി ചെയ്യണം. ഹിപ്പ് സർജറി ചെയ്തെങ്കിൽ മാത്രമേ ഇവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ, മോൻ അവിടെ പോയിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവനെയും കൊണ്ടുവന്ന് ഈ സാക്ഷ്യം പറഞ്ഞത് 5 ഡോക്ടേഴ്സ്, നിങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കുവാനിടയായി തീരണം. ഒരുപോലെ പറയുക, ആർത്രിയോട്ടമി, സൈനോവൽ ബയോപ്സി, വാഷ് ഔട്ട്, ഈ പ്രൊസീജിയറാണ് പറഞ്ഞ്. എന്നാൽ ഇവൻ്റെ സർജറിയുടെ ദിവസം ഇവനെ അനസ്തേഷ്യ തരുന്ന ഡോക്ടർമാർ വരെ വന്ന് കണ്ടു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ അന്ന് രാവിലെ ഒരു ദൈവദാസൻ എന്നെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഇന്ന് ദുബായിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ അലക്സ് ജോൺ, ഗ്ലോറി സിസ്റ്ററെ, ദൈവാത്മാവ് എന്നോട് പറയുക, കുഞ്ഞിനെ സർജറി ചെയ്യരുത്, കുഞ്ഞിനെ യേശു സൗഖ്യമാക്കും. വർഷങ്ങൾക്ക് മുന്നേ സിസ്റ്ററുടെ തലയിലിരുന്ന ട്യൂമർ കർത്താവ് എടുത്തു മാറ്റിയതല്ലേ. ആ യേശു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. എൻ്റെ യേശു സ്വർഗത്തിൽ ജീവിക്കുന്നു. എൻ്റെ യേശു സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മോനുമായിട്ട് ഇറങ്ങുമ്പോൾ പലരും എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അയ്യോ 5 ഓർത്തോപോയിഡിക് സർജർമാർ പറയുന്നതിനേക്കാൾ വലുതാണോ ഒരു ദൈവദാസൻ പറയുന്ന ദൈവാലോചന. ഗ്ലോറി, യേശുവിൽ വിശ്വസിച്ചോ. പക്ഷേ ഗ്ലോറി സിസ്റ്ററേ, യേശുവിൽ വിശ്വസിച്ച് പൊട്ടിയായി പോകല്ല കേട്ടോ. എന്നാലും ഞാൻ ആ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങുമ്പോൾ വീൽ ചെയറിൽ ആ കുഞ്ഞ് 2 മാസം, അവൻ അന്നേരം വിടുതൽ കിട്ടിയില്ല. ഞങ്ങൾ ഭവനത്തിൽ വന്നു, കുഞ്ഞുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഞാൻ, പ്രിയ ഹസ്ബൻഡ്, എൻ്റെ സൈച്ചാൻ്റെ പിതാവ്, മാതാപിതാക്കൾ, എൻ്റെ മാതാവ്, എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ഒരു കർത്താവിൻ്റെ ദാസൻ. ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. എൻ്റെ സൈച്ചാൻ്റെ പിതാവ് ഓടി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മോനെ, അപ്പച്ചനെ ദൈവം TV സ്ക്രീനിൽ, അപ്പച്ചൻ അത്രേ പറയാൻ അറിയത്തുള്ളൂ, TV സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കാണിക്കുക. മോൻ്റെ അടുത്ത് യേശു വന്ന് നിൽക്കുകയാ. മോൻ്റെ അടുത്ത് യേശു വന്ന് നിൽക്കുക. ഇവന് കാല് നിലത്ത് കുത്താൻ വയ്യാതെ കുഞ്ഞു വേദന കൊണ്ട് പുളയുക. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ അവന് എല്ലാ ദിവസവും 103 ഡിഗ്രിയിൽ കൂടുതൽ പനിയുണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുമായിരുന്നു. മോനെ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോഴുണ്ടല്ലോ, 2 മാസം വീൽ ചെയറിലിരുന്ന് എൻ്റെ മോൻ എഴുന്നേറ്റ് നടന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് ഇത്രയും വർഷം
വർഷങ്ങളായിട്ട് കുഞ്ഞിന് ആ കുഴപ്പമില്ല. ഹല്ലേലൂയ. എത്ര വർഷം 2017 നടന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത്ര വർഷമായി. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ഞാൻ ഒരനുഭവം പറഞ്ഞ് നിങ്ങളെ ശക്തീകരിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സഹോദരിമാര് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകല്ലേ, നിങ്ങൾ ക്ഷീണിച്ചു പോകല്ലേ. നമ്മുടെ വേദന അറിയുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ഞാൻ ഓർക്കും, പ്രിയാൻറ്റി ഒത്തിരി കാലിൻ്റെ പ്രയാസങ്ങളൊക്കെ, ഒരു ദിവസം പ്രിയാൻറ്റിയുടെ ഭവനത്തിലൊക്കെ വന്ന് വിശ്രമിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ മനസ്സിലാക്കി ആൻറ്റിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നത്, അതിനെല്ലാം പ്രതിഫലം തരുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക, കർത്താവിനെ കൂടാതെ ഒന്ന് നമ്മൾ ദൈവഭക്തിയോടെ, ദൈവാശ്രയത്തോടെ, വിശ്വാസത്തോടെ നമ്മൾ ഭവനം പണിതെടുക്കണം. നമുക്കറിയാം, ഒരു രൂത്തിൻ്റെ പുസ്തകത്തിൽ അല്ലേ, ഒരു ചാരക്കൂമ്പാരമായിരിക്കുന്ന ഒരു ഭവനമാണ് പ്രിയമുള്ളവരെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും 3 വിധവമാരാ അല്ലേ, നവോമി, ഓർപ്പ, രൂത്ത്. 3 വിധവമാര് ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണെന്നേ. മനുഷ്യർ നോക്കിയാൽ പറയും ഇതൊരു ശാപം പിടിച്ച ഭവനമാന്നൊക്കെ പറയും. എന്നാൽ ആ ചാരക്കൂമ്പാരത്തിൽ നിന്നുകൊണ്ടുണ്ടല്ലോ രൂത്ത് ഒരു കാര്യം പറയുകയാ, നവോമി, നിന്റെ ദൈവം എൻ്റെ ദൈവമാ. കുഞ്ഞേ, ഇന്ന് കഷ്ടതയുണ്ട്, വേദനയുണ്ട്. നിന്റെ വിശ്വാസ പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരാം. എന്നാൽ നീ തളർന്നു പോകല്ലേ, നീ പതറിപ്പോകല്ലേ. ആ ദൈവത്തോട് നീ ഒന്ന് ചേർന്ന് നിന്നേ, ദൈവം നിന്നെ മാനിക്കുവാനിടയായി തീരും. 3 വിധവമാരാ. അവക്ക് മനസ്സിലായി, പ്രിയമുള്ളവരെ, എൻ്റെ അമ്മച്ചി സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാണെന്ന്. ഓരോ മരുമക്കളും അമ്മായിയമ്മമാരെ പറ്റി അങ്ങനെ സാക്ഷ്യം പറയട്ടെന്നേ. അല്ലെങ്കിൽ ഈ അമ്മച്ചി വഴക്കുണ്ടാക്കുന്ന അമ്മച്ചി ആരെന്നെങ്കിൽ ഈ മരുമക്കൾ ജീവനും കൊണ്ട് ഓടിയേനേന്നേ. ഹല്ലേലൂയ. ഒരമ്മച്ചി ഒരിക്കൽ പറഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. ഉടനെ മരുമോള് പറഞ്ഞത് ശരിയാ, പക്ഷെ പോര് മുഴുവൻ എന്നോടായിരുന്നെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും ഒരു അമ്മയമ്മയായോണ്ടാ പറയുന്നേ, നമുക്ക് നമ്മുടെ മരുമക്കളോടുള്ള പെരുമാറ്റം ഹൃദ്യമായിരിക്കട്ടെ. അവരോട് സ്നേഹം കൊടുത്ത് നമുക്ക് സ്നേഹം വാങ്ങാം. സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യാൻ പറ്റും. അവിടെ ഓർപ്പയാണേലും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാ പോയെ. അവിടെ ദേവൻ്റെ അടുക്കലേക്ക് പോയി. ഓർപ്പയോർത്തു, ഇനി അമ്മച്ചിയുടെ അടുത്ത് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ വയസ്സാങ്കാലത്ത് ഈ അമ്മച്ചി എനിക്കൊരു ബാധ്യതയായി തീരും. പക്ഷെ രൂത്ത് തീരുമാനിച്ചു. രൂത്ത് ആ അമ്മച്ചിയെ കണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ അമ്മച്ചി ഒരു വിധവയാണ്. ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടതകൾ വന്നു, പക്ഷെ എൻ്റെ അമ്മച്ചി സേവിക്കുന്നത് ഒരു സത്യദൈവത്തെയാണ്. കഷ്ടതയില്ലാതെ ഒരു ജീവിതമല്ല പ്രിയമുള്ളവരെ. പലപ്പോഴും കഷ്ടതയിൽ കൂടിയ ദൈവം നമ്മളെ പണിതെടുക്കുന്നത്, നമ്മൾ പൊന്നുപോലെ പുറത്തു വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തന്ന ചില തങ്ക കഷ്ടതകളുണ്ടല്ലോ, എൻ്റെ ശരീരത്തിൽ വന്ന ചില അനുഭവിച്ച ഞാൻ ക്ലേശങ്ങൾ, എൻ്റെ പ്രഷർ 24 വരെ താണതാ പ്രിയമുള്ളവരെ. ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യം, എൻ്റെ പൾസ് താണ്, എൻ്റെ പ്രഷർ താണ്. എന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലാണ് ഷിഫ്റ്റ് ചെയ്ത്. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്നേരം വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ വേദനയൊന്നുമില്ല, പക്ഷെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു സ്വർഗീയ ഭവനത്തിൻ്റെ ചില ദർശനങ്ങൾ എനിക്ക് കാണുവാനിടയായി തീർന്നു. അതിൽ പിന്നെ ഞാൻ എപ്പോഴും നിത്യതയെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ഒരു കൺവെൻഷൻ വേദി കിട്ടിയാലും ഈ ലോകത്തിൽ കുറച്ച് നേടുന്ന കാര്യമല്ല പ്രിയമുള്ളവരെ. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് സ്വർഗം നഷ്ടപ്പെടല്ലേ. നമുക്കൊരു നിത്യഭവനമുണ്ടെന്നേ. നമുക്കറിയാം, ഈ കോവിഡ് വന്നതിന് ശേഷം എന്ത് പെട്ടെന്ന് ആളുകൾ മരിച്ചു പോകുന്നേ. ഹല്ലേലൂയ. അടുത്ത നിമിഷം നമുക്കുണ്ടോയെന്ന് നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ അപ്പ നമ്മളെക്കുറിച്ചുള്ള ദൗത്യം ഇവിടെ തീർന്നു കഴിയുമ്പോൾ അപ്പച്ചൻ പറയും, മോളെ നീ ഇങ്ങ് പോരെ, നിൻ്റെ ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയല്ലേ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു ഭക്തൻ മരിക്കുമ്പോൾ പോലും പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നാണ് പറയുന്നത് അല്ലേ. ഹല്ലേലൂയ. ഞാൻ പറയും, കർത്താവേ, എൻ്റെ യേശു അപ്പച്ചൻ എന്നെ വിളിച്ച ഗ്ലോറി പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തേജസ്സിലേക്ക് ആരും പറയല്ലേ ചത്തുപോയി അല്ലെ മരിച്ചുപോയി എന്ന് പറയല്ലേ കേട്ടോ. പ്രമോഷൻ കിട്ടാൻ പോകുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾക്ക് ഈ ഭൂമിയിൽ മാത്രമേ ഈ കഷ്ടതയുള്ളൂ. എൻ്റെ സഹോദരിമാരെ, നമ്മളിൽ ഒരു തേജസ് ഉണ്ട് കേട്ടോ. നമ്മളിൽ വെളിപ്പെടാൻ ഒരു തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പല സഹോദരിമാരും വിളിച്ച്
പല വേദനകളും ഒക്കെ എന്നോട് പറയാറുണ്ട്. ഗ്ലോറി ആൻറ്റി മടുത്തു ആൻറ്റി, ഞാൻ ഓർക്കുക എൻ്റെ കർത്താവെ എന്നെ അങ്ങ് വിളിക്കണമേ. അപ്പം ഞാൻ പറയും, മോളെ സാരമില്ല, ഈ ലോകത്തിൽ മാത്രമുള്ള നിന്ന ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ ഈ തെറ്റിദ്ധാരണകൾ, ഈ അവഗണനകൾ. കുഞ്ഞേ, അതിനെല്ലാം ദൈവം നിന്നെ പണിതെടുക്കുക. എന്നാൽ ഈ ലോകത്തിൽ നീ എന്തെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ടാലുണ്ടല്ലോ, നിൻ്റെ കണ്ണ് നിറഞ്ഞാലോ, ഈ ലോകത്തിൽ തന്നെ ദൈവം അത് തിരിച്ചു തരും. കുഞ്ഞെ, ചിലർ നിന്നെ മാറ്റി നിർത്തുമ്പോഴുണ്ടല്ലോ, ചിലർ നിന്നെ ചേർത്ത് പിടിക്കും. ചിലയിടത്ത് നീ അവഗണന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, നീ എവിടെ തകർന്നോ, എവിടെ കരഞ്ഞോ, എവിടെ നിന്ദിക്കപ്പെട്ടോ, ദൈവദൂതായി പറയുന്നേ, അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കുവാനിടയായി തീരും. ദൈവാശ്രയത്തോടും വിശ്വാസത്തോടും. ഹല്ലേലൂയ. നമ്മുടെ ഭവനം പണിയാൻ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തെ കൂടാതെയുള്ള ഭവന പണി അത് സീറോയില്ല, അത് സമാധാനമില്ലാതായിരിക്കുന്നത്. രണ്ടാമത് ഭവനം പണിയുമ്പോൾ സഹോദരിമാരെ, സ്വർഗീയ ജ്ഞാനം ആവശ്യമാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കണമേ. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. ദൈവമക്കളെ, സഹോദരിമാരെ, വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമ്മുടെ ഭവനമാണ്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഭവനം പണിയുന്ന ഉത്തരവാദിത്തമാണ്. ആ ഭവനം പണിയുന്ന നമുക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ, ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. ഈ സ്വർഗീയ ജ്ഞാനം ഇല്ലെങ്കിലുണ്ടല്ലോ, വീട്ടിൽ അടിയും പിടിയും ബഹളവും ആന്നേ, പാത്രങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്തളിക പോലെ പറക്കുന്ന കാണാം. എന്തുകൊണ്ടാണെന്നറിയാവോ? ചെന്നാളി ഞാനൊരു ഭവനത്തിൽ കയറി ചെന്നപ്പോഴുണ്ടല്ലോ, ഈ ടേബിളിൽ ഇരിക്കേണ്ട ഫ്ലവർ വൈസ് അവിടെ ഇല്ല, അത് തെറിച്ച് കിടക്കുക, എല്ലാം ഇങ്ങനെ ബോംബിട്ട പോലെ, ആരോ കൊണ്ട് ബോംബിട്ട് തകർത്തിരിക്കുന്നത് പോലെ. അന്നേരം ഒരു കുഞ്ഞു പറയുക, ആൻറ്റി, മമ്മി ദേഷ്യം വന്നപ്പോൾ എടുത്ത് എറിഞ്ഞതാ. എന്തോ പപ്പായോടുള്ള ദേഷ്യം തീർക്കുന്ന, പപ്പായെ അടിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ സാധനങ്ങളോടാ. സഹോദരിമാരെ, ഒരു സ്വർഗീയ ജ്ഞാനം, ഒരു ഭവനം പണിയണമെങ്കിൽ നമ്മുടെ തലയിൽ ആരും വന്ന് കൈവച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, ആ തലയിലോട്ട് കൈവച്ചിട്ട് ഒന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവേ, നല്ല ഒരു ഭാര്യയായിരിക്കാൻ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, കർത്താവെ, എല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിപ്പാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ഭവനം പണിതെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ശലോമോൻ ചോദിക്കുക, ശലോമോൻ ഒരു ബാബേൽ ഗോപുരത്തിൻ്റെ ആ നിർമ്മാണം ഒരു തകർച്ചയിലാണ്. പക്ഷെ ശലോമോൻ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ആലയം പണിതപ്പോഴുണ്ടല്ലോ, ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി. കുഞ്ഞെ, നീ ദൈവത്തിൻ്റെ നാമം മഹത്വം ആഗ്രഹിച്ച് നീ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, അത് നിലനിൽക്കും. ഒരുവൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ചെയ്യുന്നതെല്ലാം തീയിൽ കൂടെ കടത്തിവിടും. തീ ശോധന ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മഹിമയ്ക്കും എൻ്റെ പ്രതാപത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതെങ്കിലും ഉണ്ടല്ലോ, തീ ശോധന ചെയ്യുമ്പോൾ ഒരു പിടി ചാരക്കൂമ്പാരമായിരിക്കും പ്രിയമുള്ളവരെ. എന്നാൽ ഞാൻ തിരുനാമ മഹത്വം മാത്രം ലക്ഷ്യം വെച്ച്, എൻ്റെ കർത്താവിൻ്റെ മഹത്വം എനിക്ക് എൻ്റെ സഹോദരിമാരെ എൻകറേജ് ചെയ്യണം, എൻ്റെ കർത്താവിനോട് ചിലരെ അടുപ്പിക്കണമെന്ന ഏക ചിന്തയോടെ ഞാൻ ചില പണികൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കർത്താവ് അത് ശോധന ചെയ്യുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ, ആ വിളി കേൾക്കണ്ടേ? കുഞ്ഞെ, ഈ ലോകത്തിൽ ചിലത് സഹിക്കുന്നതിന് ഞാനൊരു സഹോദരിയോട് പറഞ്ഞു, ഒത്തിരി ഉപദ്രവങ്ങൾ, രാത്രി ഹസ്ബൻഡ് വളരെ ഉപദ്രവിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, ഒരു ഭവനം പണിയുവാൻ വേണ്ടി നീ എല്ലാം ശാന്തതയോടെ സഹിക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വർഗത്തിലിരുന്ന് കർത്താവ് പറയും, ഇവളെൻ്റെ പ്രിയപുത്രിയാ, ഹല്ലേലൂയ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുക. ഒരു ഭവനത്തിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി പണ്ടുള്ള അമ്മച്ചിമാർ പറയും, അടങ്ങ് മക്കളെ, 2 കൈ ചേർത്തടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? ഒരാളങ്ങ് അടങ്ങ്, ഒരാളങ്ങ് ശാന്തമാകുക. കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, എൻ്റെ സഹോദരിമാരെ, നമ്മളെത്രമാത്രം സഹിക്കുമോ, എത്രമാത്രം നമുക്ക് താഴ്മയോടെ ഇരിക്കാൻ പറ്റുമോ, അത്രമാത്രം നമുക്ക് താഴ്മയോടെ ആയിരുന്നാൽ നമുക്ക് ചിലത് പണിയാൻ പറ്റുമെന്നേ. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ മറിയയിൽ കാണുന്ന ഞാൻ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ? താഴ്മയാ പ്രിയമുള്ളവരെ. മറിയ, എൻ്റെ കർത്താവിൻ്റെ മാതാവ്, എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ എലിസബത്ത് പറയുമ്പോൾ ഈ മറിയ അങ്ങ് പൊങ്ങിപ്പോയില്ലെന്നേ. മറിയ പറയുക, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ. സഹോദരിമാരെ, താഴ്മ എന്നുള്ള ആ ഒരു തൂണ്, ഹല്ലേലൂയ,
താഴ്മയുണ്ടെങ്കിലുണ്ടല്ലോ നിനക്ക് നിൻ്റെ അച്ഛനെ പണിതെടുക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. നിൻ്റെ അച്ഛൻ ഇനി ഇച്ചിരി ദേഷ്യക്കാരനായിക്കൊള്ളട്ടെ, കുഞ്ഞെ നീ താഴ്മയോടെ ഒന്ന് ചിരിച്ചാലുണ്ടല്ലോ അച്ഛൻ്റെ ദേഷ്യം പോകുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഗ്ലോറി സിസ്റ്ററേ, എൻ്റെ അച്ഛൻ്റെ ദേഹത്തൊരു ഭൂതമുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു, അങ്ങനെ മനസ്സിലായി? അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ മുഖമൊക്കെ ഇരുണ്ടിങ്ങനെ വരുന്നേ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള ഭൂതത്തെ അങ്ങ് ശാസിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ അച്ഛൻ്റെ ദേഹത്തൊരു ഭൂതം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ എന്താ ചെയ്യാനുള്ള കുരുക്കുപണിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ കുറച്ച് സഹോദരന്മാരേ ഉള്ളല്ലോ. നമ്മൾ അച്ഛൻ കൂർക്കം വലിച്ചെന്നുറപ്പായാൽ ആ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, കുഞ്ഞെ നിൻ്റെ ഹൃദയം തകർന്നുള്ള 2 തുള്ളി കണ്ണുനീര് അച്ഛൻ്റെ ദേഹത്ത് വീണാൽ അച്ഛൻ ശരിപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നരഭോജികളെ നരസ്നേഹിയാക്കി മാറ്റുന്ന ദൈവത്തിന് ചില വ്യക്തികളിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയും. അത് പ്രാർത്ഥനയാൽ സാധിക്കും, താഴ്മയാൽ സാധിക്കും. സഹോദരിമാരെ, ഇതൊക്കെ നമ്മുടെ ഭവനത്തിൻ്റെ തൂണുകളാണ്. ദൈവാശ്രയം, ദൈവബോധം, താഴ്മ, ഹല്ലേലൂയ, വിനയം. നമുക്ക് സൗമ്യതയോടെ, ക്ഷമയോടെ. ഞാൻ ചോദിക്കുക, എത്ര അമ്മാമ്മമാർക്ക് പാടാൻ പറ്റും അച്ഛൻ കലിതുള്ളി വരുമ്പോൾ? ദൈവമക്കളെ, ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കാനാ. ഇന്ന് ഉച്ചയ്ക്ക് റാന്നിക്ക് പോകും കേട്ടോ. നിങ്ങൾ ജീനാൻറ്റിയോട് പിണങ്ങല്ലേ. ഹല്ലേലൂയ. പാവ ആൻറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എത്ര അമ്മാമ്മമാർക്ക് അച്ഛൻ കലിതുള്ളി വരുമ്പോൾ പാടാൻ പറ്റും? കോപിപ്പാനല്ല, ക്ഷമിപ്പാനുള്ള ശക്തി. ആ പാട്ടിൻ്റെ ഒരു വരി ഒന്ന് പാടിക്കേ മോനെ. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ, കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തി എനിക്കു നൽകുകേ. ഈ സെമിനാർ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ അച്ഛൻ അത്ഭുതപ്പെട്ടു പോകും. ഇവളെന്നാ പതിവ് പോലെ തിരിച്ചു പറയാത്തെ? ചില സഹോദരിമാർ വരെ, അയ്യോ ഞാൻ ഒന്നോർത്ത് പറഞ്ഞതല്ലെന്നേ, അതത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സദൃശവാക്യത്തിൽ പറയുക, നമുക്ക് ജ്ഞാനത്തോടെ വായെ തുറക്കാം. ഹല്ലേലൂയ. സഹോദരിമാരെ, ഹല്ലേലൂയ. എൻ്റെ പപ്പ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ഫെയ്ത്ത് ഹോമിൽ അനേക സഹോദരിമാരൊക്കെ വരും കേട്ടോ. ഒരിക്കൽ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്നെ അടിച്ചു പാസ്റ്ററെ. അപ്പോൾ അച്ചാച്ചൻ വിളിച്ചു പറഞ്ഞു, സഹോദരനല്ലേ ഉഭയസമ്മതം ചെയ്തേ അവളെ പോറ്റി പുലർത്തിക്കൊള്ളാന്ന്. ഉടനെ ഈ സഹോദരൻ പറയുക, പാസ്റ്ററെ, ഇവിടെ പറച്ചിൽ കേട്ടാലുണ്ടല്ലോ പോളിയോ വന്ന് തളർന്നു കിടക്കുന്നവരാണേലും ചാടി അടിക്കും. അതുപോലെ അവൾ എന്നെ പ്രകോപിപ്പിക്കുന്നേ. എൻ്റെ സഹോദരിമാരെ, നമുക്ക് നമ്മുടെ അച്ഛന്മാരെ പ്രകോപിപ്പിക്കാതെ സന്തോഷത്തോടെ, സൗമ്യതയോടെ, ഹല്ലേലൂയ. ഈ എബനേസർ പ്രയർ വാരിയേഴ്സിൻ്റെ ഈ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന എൻ്റെ സഹോദരിമാർ, ഹല്ലേലൂയ, വളരെ ഇനിയുള്ള നാളുകളിൽ ശാന്തതയോടെ, സൗമ്യതയോടെ, സ്വർഗീയ ജ്ഞാനത്തോടെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഈ ലോകത്തിൻ്റെ PhD അല്ലെന്നേ, അപ്പാ ഒരു നല്ല ഭാര്യയായിരിക്കാനും ഈ അച്ഛൻ്റെ ദേഷ്യത്തെ സഹിക്കാനും ചില വിശ്വാസികളെ സഹിക്കാൻ. ഞാൻ ഓർക്കും, എൻ്റെ പപ്പ ഒരു പാസ്റ്ററായിരിക്കുമ്പോൾ കൃപ 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 എന്ന് കരയും. ഞാൻ എൻ്റെ ഓർമ്മയത് എൻ്റെ പിതാവിനെ പറ്റിയുള്ള. ഞാൻ ഉടനെ അമ്മയോട് ചോദിച്ചു, ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ എന്തെങ്കിലും കഴിക്കാൻ കൊള്ളുന്നതാണോ ഈ കൃപ? അമ്മ അച്ചാച്ചന് ഇച്ചിരി കൃപ കൊടുക്ക്. അല്ല എന്നറിയാം. പപ്പ പറയും, മോളെ ഒരു പാസ്റ്റർ ആയിരിക്കണേ, ദൈവകൃപ ആവശ്യമാന്നേ. ഒരു സെൻട്രൽ പാസ്റ്റർ ആയിരിക്കണമെങ്കിൽ ഒത്തിരി ദൈവകൃപ ആവശ്യമാണ്. ഓരോ ചുമതലകൾ കൂടുന്നതനുസരിച്ചുണ്ടല്ലോ ദൈവമക്കളെ, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രഷറും കൂടുതലാണ്. ഹല്ലേലൂയ. ഓരോ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ദൈവകൃപയിൽ നമ്മളെ പൊതിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് പ്രിയമുള്ളവരെ, സഹോദരിമാരെ. അതുപോലെ സ്വർഗീയ ജ്ഞാനം ഉയരത്തെ അബീഗയിൽ അല്ലേ, അബീഗയിലിൻ്റെ ജ്ഞാനം അത് പ്രശംസനീയമാണ് പ്രിയമുള്ളവരെ. അച്ഛനാണെങ്കിൽ എന്തോ പറയുന്നത്, ചക്കിക്കൊത്ത ചങ്കര. ഹാമാൻ്റെ ഭാര്യ സേരസാണ് ചക്കിക്കൊത്ത ചങ്കരനായിരുന്നു കേട്ടോ. കാരണം ഹാമാന് ചേരുന്നത് അച്ഛന് കഴിമരം ഒഴുക്കാൻ അവളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നാബാലിൻ്റെ ഭാര്യ അബീഗയിലിൻ്റെ വിവേകം മൂലമുണ്ടല്ലോ അവളുടെ കുടുംബത്തെ രക്ഷിക്കുവാനിടയായി തീർന്നു. സഹോദരിമാരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞു സഹോദരിമാർ, ഇനി വിവാഹം കഴിക്കുവാനുള്ളവർ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർ, ദൈവമക്കളെ, ഒരു സ്വർഗീയ ജ്ഞാനവും സ്വർഗീയ വിവേകവും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കുടുംബത്തെ നമുക്ക് പണിതെടുക്കാൻ പറ്റുമെന്നേ. ഒരു സഹോദരി ചിന്തിച്ചാൽ മതി കുടുംബം തകർക്കാൻ.
ഒരു സഹോദരി ചിന്തിച്ചാൽ മതി അല്ലേ? പല സഹോദരിമാരെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കാണാറുണ്ട്. അയ്യോ അയ്യോ ഒറ്റ പെണ്ണാണല്ലോ ഇതെല്ലാം വരുത്തി വെച്ചേന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എൻ്റെ സഹോദരിമാരെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് താഴ്മയുള്ള ഒരു മറിയയിലൂടെയാണെങ്കിൽ, ഈ കർത്താവിനെ ഉദരത്തിൽ ചുമന്നത് ആ മറിയാണെങ്കിലുണ്ടല്ലോ, പ്രാണപ്രിയനെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ, നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനിടയായി തീരും. ആ താഴ്മയോടെ നിനക്ക് ഭവനം പണിയുവാൻ, വിശുദ്ധിയോടെ, അതുപോലെ പ്രാർത്ഥന എന്ന തൂണ് നീ തീർക്കണം. ഭവനം പണിയുമ്പോൾ എസ്തേറിൻ്റെ പ്രാർത്ഥന അല്ലേ? ഹാമാന് ഇങ്ങനെ രാജാവിനോട് പറയുക, അവരുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ രാജാവ് പദ്ധതിയിട്ടപ്പോൾ, ഹല്ലേലൂയ, ആ ഹാമാൻ്റെ ഗൂഢാലോചനയിൽ വീണപ്പോൾ എസ്തേറിൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുക, എസ്തേർ ഒരു രാജ്ഞിയാണ്. വേണമെങ്കിൽ ചെന്ന് രാജാവിനെ സോപ്പിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ അനുവാദം കൂടാതെ ആരെങ്കിലും രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നാൽ അവരുടെ തല പോകും അല്ലേ? അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി പ്രാർത്ഥനയേ ഉള്ളൂ. കുഞ്ഞെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ സഹോദരിമാരുടെ വലിയ ഒരായുധമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം കിട്ടി, പ്രാർത്ഥിക്കുന്ന ഭാര്യയുടെ ശക്തി. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തി വലുതാ. ഹല്ലേലൂയ. യാക്കോബിന്റെ ഒറ്റ പ്രാർത്ഥനയെങ്കിൽ യേശാവിൻ്റെ ശത്രുത മാറിയെങ്കിൽ, ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയിൽ ചില വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന് രൂപാന്തരം വരുത്തും. നമ്മൾ ചില വിഷയങ്ങൾ പരിഹരിക്കുന്നത് നമ്മുടെ പൊട്ടജ്ഞാനം കൊണ്ടാ അല്ലേ? ഇന്നാളി ഒരു സഹോദരി പറഞ്ഞു, 2 മണി തൊട്ട് 7 മണി തൊട്ട് രാത്രി 2 മണി വരെ വിഷയം പരിഹരിക്കാൻ നോക്കും, പരിഹാരം വരുന്നില്ലെന്നേ. പറയുന്നവരുടെ തലയിലെ വെള്ളം പറ്റിപ്പോകുക. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിലോട്ടുണ്ടല്ലോ, നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തത് അപ്പൻ്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്തു നോക്കിയേ. എസ്തേർ അവളുടെ വലിയൊരു പ്രശ്നമാണ് പ്രിയമുള്ളവർ, ഒരു ചെറിയ പ്രശ്നമല്ല. ഒരു വംശത്തെ മുഴുവൻ മുടിക്കുവാൻ ആ ദുഷ്ടൻ പദ്ധതിയിട്ടപ്പോൾ ഉണ്ടല്ലോ, ദൈവം സ്വർഗീയ ജ്ഞാനം കൊണ്ട് ആ വിഷയം പരിഹരിച്ചു. എൻ്റെ സഹോദരിമാരെ, ബി സ്ട്രോങ് വിത്ത് ദി സ്മോൾ എക്സസൈസ്. ഒരു കൂപ്പ് കൈകളോട് കൂടി ഒരു പിക്ചർ ഒരു ഭക്തൻ്റെ മുറിയിൽ ഒട്ടിച്ചിരിക്കുക. ഈ പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിച്ച് നീ ശക്തരായി തീരുക. 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ എത്ര മണിക്കൂറുകൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ? 2 മണിക്കൂർ പ്രാർത്ഥിച്ച അത്യാവശ്യം പ്രാർത്ഥിച്ചെന്ന് പറയാം. ഒരു ഭക്തൻ ഒരിക്കൽ പറയുകയാ, ഞാൻ വലിയ തിരക്കുള്ള വ്യക്തിയായതുകൊണ്ടുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 4 മണിക്കൂറുകൾ എൻ്റെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതെന്ന്. രാത്രി വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റാൽ 6 മണി വരെയുള്ള സമയം കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുമെന്ന് പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഭവനം പണിയുവാൻ. അതുപോലെ വിശുദ്ധി, ഹല്ലേലൂയ, വിശുദ്ധി എന്ന തൂണ്, ഹല്ലേലൂയ. ഒരു വിശുദ്ധിയുള്ള ദൈവ പൈതലിനെ സമയം വളരെ മുന്നോട്ട് പോയി. എനിക്ക് തന്ന സമയം ഞാൻ അതാണ് മൊബൈൽ ഓണാക്കി ഇവിടെ വെച്ചത്. കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോൾ നിർത്തും കേട്ടോ. കാരണം വളരെ ശ്രേഷ്ഠയായ കർത്താവിൻ്റെ ദാസി നിങ്ങളുടെ മുന്നിലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ആലോചന ദൈവം നിങ്ങൾക്ക് തരും. നമ്മൾ ദൈവമക്കളെ, ലോകം, ജഡം, പിശാച്, ഏത് സമയത്തും ഒരു ദൈവം ഇതിനെ വിഴുങ്ങുവാൻ വായും പിളർന്ന് നിൽക്കുന്ന ദുഷ്ടനായ പിശാച് ഒരു വശത്ത്, മറുവശത്ത് നാം അറിയാതെ തന്നെ വഴുതി വീഴുവാനിടയുള്ള ലോകം, ഇതിന് രണ്ടിനും മധ്യ നമ്മുടെ സന്തത സഹചാരിയായിരിക്കുന്ന ജഡമെന്ന ഭീകര ശത്രുവും ഈ ത്രിവിധ വൈരികളെ തോൽപ്പിച്ച് അവയുടെ മേൽ വിജയം ഉറപ്പാക്കണമെങ്കിൽ സഹോദരിമാരെ, പ്രാർത്ഥനയോടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. എത്ര പ്രായമായാലും, 50 വയസ്സായാലും വെല്ലുമെച്ചിയായാലും എല്ലാം ദൈവമക്കളെ, നമ്മളെ എങ്ങനെ തകർക്കണം, നമ്മളെ എങ്ങനെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിർത്താതിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ശത്രുവുണ്ട്. അവരുടെ മുന്നിൽ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, കുഞ്ഞെ, നീ ഒരു വിശുദ്ധ ദൈവാത്മാവിൽ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എന്നാൽ നമ്മളാലാവോളം നമ്മളൊരു വിശുദ്ധ ജീവിതം ചെയ്താലുണ്ടല്ലോ, നമ്മുടെ നിഴല് തട്ടിയാൽ സാത്താന് പേടിയാന്നേ. ഒരു വിശുദ്ധിയുള്ള ദൈവ പൈതലും കുത്തിയാൽ അവിടെ വിടുതലാകുഞ്ഞേ. ഒരു വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, പരമാർത്ഥതയോടെ നീ നിന്നാലുണ്ടല്ലോ, നിന്നെ തകർക്കുവാൻ ആരും പദ്ധതിയിട്ടാലും അത് നടക്കില്ല. നദിയിൽ കിടക്കുന്ന മോശക്കുഞ്ഞിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് ചില നിമിഷങ്ങൾ മാത്രം മതിയെങ്കിലും, കർത്താവിന് വേണ്ടി നിഷ്കളങ്കതയോടെ, പരമാർത്ഥതയോടെ നിൽക്കുന്ന ദൈവ പൈതലേ, നിന്നെ തകർക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ
നിനക്കെതിരായി വരുന്ന ആയുധം ഫലിക്കയില്ല കുഞ്ഞേ. ആയുധങ്ങൾ വരികയില്ലെന്നല്ല, എന്നാൽ ആ ആയുധത്തിൻ്റെ ബലത്തെയും എല്ലാം നിഷ്ഫലമാക്കുവാൻ ദൈവം മതിയായതാ. ലാസ്റ്റിൽ ഞാൻ ഒന്നുകൂടെ പറയുക, ദൈവകൃപ. ഹല്ലേലൂയ. ദൈവകൃപയാകുന്ന തൂണ്, സ്നേഹമാകുന്ന തൂണ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് നമ്മളെ സ്നേഹിച്ച നമുക്ക് വേണ്ടി ജീവൻ തന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരസ്പരം സ്നേഹിക്കാം. നമ്മുടെ ഹസ്ബൻഡിനെ ഇന്ന് സ്നേഹിച്ചതിനേക്കാൾ നാളെ സ്നേഹിക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മരുമക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ, നമ്മുടെ സഭയിലുള്ളവരെ എല്ലാം ദൈവ സ്നേഹമാകുന്ന തൂണ്. ഹല്ലേലൂയ. ഈ സ്നേഹമുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാം സഹിക്കും, എല്ലാം വഹിക്കും, എല്ലാം ക്ഷമിക്കും, എല്ലാം പോർക്കും. ഇന്നാളെ ഒരു കുഞ്ഞു പറയുക, അമ്മായിയമ്മ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക, ഗ്ലോറിയാൻ്റെ ഞാൻ കേൾപ്പിക്കാം. ഞാൻ പറയാം, ഞാനിപ്പോൾ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കൊച്ച ഇതെല്ലാം റെക്കോർഡിങ് എല്ലാം സൂക്ഷിച്ചാൽ നിനക്കൊരു കുടുംബം പണിയാൻ പറ്റത്തില്ലെന്നേ. എല്ലാം സഹിച്ചും വഹിച്ചും ക്ഷമിച്ചും മറന്നും മുന്നോട്ട് പോയെങ്കിൽ പുറകിലുള്ളതെല്ലാം മറന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം കടന്നു വന്നാൽ എൻ്റെ സഹോദരിമാരെ വേണമെങ്കിൽ നമുക്കത് പെരുപ്പിച്ച് വഷളാക്കാം. ഹല്ലേലൂയ. എന്നാലും നമുക്ക് ഒരു സ്വർഗീയ ജ്ഞാനമുണ്ടെങ്കിലുണ്ടല്ലോ അത് ഒതുക്കി തീർക്കാം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മച്ചി, എൻ്റെ ഗ്രാൻഡ് മദർ ഒരു പാവമാ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അപ്പച്ച സിംഹം പോലത്തെ ഒരു വ്യക്തിയാണ്. എന്നാൽ അമ്മച്ചി ഉണ്ടല്ലോ, അപ്പച്ചൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ എല്ലാവരും അപ്പച്ചൻ പാവമാന്നേ, അതിനകത്തൊന്നും കാര്യമില്ലെന്നേ എന്ന് പറഞ്ഞ് അവിടെ ഒതുക്കി തീർക്കും. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, ആ ഒരു സ്വർഗീയ ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം. സ്ത്രീകളിൽ ജ്ഞാനമായവൾ ഭവനം പണിയുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഭവനം പണിയുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് അനുവദിച്ചു തന്ന സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ് എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ എടുക്കുക. നിങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുത്തേ. നിങ്ങൾക്കൊരു സ്വർഗീയ ജ്ഞാനം, ഒരു ഭവനം പണിതെടുക്കുവാൻ ദൈവം നിങ്ങളെ ഒരു പുതിയ ചിലത് ഏൽപ്പിച്ചേക്കുക. അതെല്ലാം ശലോമോ ജ്ഞാനം ചോദിച്ചതുപോലെ, കർത്താവേ ജ്ഞാനം എനിക്ക് തരണമേ, സ്വർഗീയ ജ്ഞാനം എൻ്റെ മേൽ പകരണമേ. എന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, എന്നെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളോട് സ്വർഗീയ ജ്ഞാനത്തോടെ ഇടപെടുവാൻ എന്നെ സഹായിക്കണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാ ദൈവമേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ ഭവനം പണിയുന്നു. ഹല്ലേലൂയ. അപ്പാ, ദൈവകൃപയിൽ, പ്രാർത്ഥനയിൽ, ക്ഷമയിൽ, സൗമ്യതയിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ ഒരു ഭവനം പണിതെടുക്കുവാൻ സാധുക്കളാകുന്ന ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, എൻ്റെ കേൾക്കുന്ന സഹോദരിമാരെ എല്ലാം അനുഗ്രഹിക്കണമേ. പ്രിയ ജൈനി സിസ്റ്ററെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു വചന ശുശ്രൂഷിക്കുവാൻ നിന്റെ മകളെ സഹായിക്കണമേ. ദൈവ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവമക്കളെ, ഒരു വാക്ക്, എൻ്റെ പേര് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്, ഗ്ലോറിന്ന അല്ലേ? ഈ ഗ്ലോറിയൊക്കെ പറയുമ്പോൾ ഈ പാവപ്പെട്ട ഗ്ലോറി സിസ്റ്ററേയും കൂടെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കണേ. വേറെ വലിയ ആഗ്രഹമൊന്നും അല്ലെന്നേ, അന്ത്യശ്വാസം വരെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. പ്രിയ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.